പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ജെറമിയ 4:14 കർത്താവ് അരുളിച്ചെയ്യുന്നു, നിന്റെ ഹൃദയത്തിൽ നിന്നും ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക? നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവ് അരുളിച്ചെയ്യുകയാണ്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളഞ്ഞാൽ മാത്രമേ നാം രക്ഷപ്പെടുകയുള്ളൂ. ജെറമിയ 17:9 കർത്താവ് അരുളിച്ചെയ്യുന്നുണ്ട്, ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ശോചനീയമായ വിധം ദുഷിച്ചതുമാണ്. ജോഷുവ 3:5 ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ ഹൃദയമാണ്, വസ്ത്രമല്ല കീറേണ്ടത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. ജെറമിയ 4:3 കർത്താവ് അരുളിച്ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ തരിശു ഭൂമി ഉഴുതുമറിക്കുവിൻ, മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത്. നമ്മുടെ ഹൃദയമാകുന്ന മുള്ളുകൾ നിറഞ്ഞ, പാപമാലിന്യങ്ങൾ നിറഞ്ഞ തരിശുഭൂമി ഉഴുതുമറിച്ച് വിശുദ്ധി ആക്കി ഹൃദയത്തിൽ ദൈവവചനമാകുന്ന വിത്തുകൾ വിതയ്ക്കുമ്പോഴാണ് നമുക്ക് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുന്നത്. 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കുന്നത് അപ്പോൾ മാത്രമേ ആണ്. റോമ 2:29 വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്, ആന്തരികമായി യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ. ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. അത് ആത്മീയമാണ്. നാം നമ്മുടെ ഹൃദയത്തിലാണ് മാറ്റം വരുത്തേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ പാപങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് നാം ജീവിച്ചാൽ നമുക്ക് വിശുദ്ധി ഉണ്ടാകുകയില്ല. റോമ 6:22 വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും, അതായത് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്, അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. 1 തെസ്സലോനിക്ക 4:3 വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസംമാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. 4:7 പറയുകയാണ്, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മെ ശുദ്ധീകരിക്കും. അതാണ് യോഹന്നാൻ 15:3 യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന്. സങ്കീർത്തനങ്ങൾ 119:11 സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ വചനത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. വചനം ദൈവം തന്നെയാണെന്ന് യോഹന്നാൻ 1:1 പറയുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നാൽ യോഹന്നാൻ 1:14 പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. അപ്പോൾ വചനം മാംസമായതാണ് യേശുനാഥൻ. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച്, യേശുവിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച്, വചനമനുസരിച്ച് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് ജീവിക്കുമ്പോൾ നാം എല്ലാവരും വിശുദ്ധരായി മാറും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.